എല്ലാവരും ഈ പ്രോഗ്രാം മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അറിവ് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്നൊരു സാധനമല്ല അറിവ് എന്ന് പറയുന്നത്. എങ്കിൽ അറിവില്ലാത്ത ആരുമില്ല. പലതിനെക്കുറിച്ചും പലതരത്തിലുള്ള അറിവുകളുള്ളവരാണ് എല്ലാവരും. ആ അറിവാണ് നമ്മളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. സത്യത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിയ അറിവുകൾ, സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ അറിവുകൾ, അതുപോലെ തന്നെ നമ്മുടെ യാത്രാ അനുഭവങ്ങളിലൂടെ കിട്ടിയ അറിവുകൾ, അങ്ങനെ അറിവുകൾ പലതരത്തിലാണ്. പക്ഷേ യഥാർത്ഥമായ ഒരു അറിവ് എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ കിട്ടുന്ന അറിവുകളാണ് ഏറ്റവും മഹത്തായത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ രക്ഷിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മറ്റിതര ആളുകളിൽ നിന്നും ഒക്കെയാണ് അവർക്കും അറിവ് ലഭിച്ചിട്ടുള്ളത്. കുറച്ചൊക്കെ അവരുടെ അനുഭവ അറിവുകളും ഉണ്ടാകാം. വളർന്നു വരുന്ന ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് എന്ന് പറയുന്നത് പലതരത്തിലാണ്. വിജ്ഞാനത്തിൻ്റെ അറിവുകൾ, നമ്മൾ വിജ്ഞാനത്തിൻ്റെ അറിവുകളുടെ പുറകെയാണ് കൂടുതലും. പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവ്, സിനിമകൾ കണ്ടുള്ള അറിവ്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവ്, അങ്ങനെ അറിവുകൾ തന്നെ പല തട്ടുകളായിട്ട് മാറുകയാണ്. അപ്പോൾ യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യന് വേണ്ട അറിവ് എന്ന് പറയുന്നത് ഒരു നല്ല വ്യക്തിയായിട്ട് സമൂഹത്തിൽ നമുക്ക് കഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് നല്ല അറിവുകൾ വേണം. അത് ആരിൽ നിന്ന് കിട്ടും? നല്ല അനുഭവസ്ഥരിൽ നിന്നേ കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല അനുഭവസ്ഥരാരാണ്? നമ്മളോട് വന്ന് പറയുന്ന ഒരു കഥ, കേട്ട കഥ നമ്മൾ കൂടുതലും അംഗീകരിക്കരുത്. കാരണം കേട്ട കഥകളിൽ മായമുണ്ടാകും. കാരണം കേട്ട ഒരു കഥ അവൻ വന്ന് പറയുമ്പോൾ പലതും വിട്ടുകൊണ്ടായിരിക്കും അവൻ നമ്മളോട് പറയുന്നത്. അവൻ ചിലപ്പോൾ പൂർണ്ണമായിട്ടും കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മളോട് പറയുമ്പോൾ അതിൽ ചില ഭാഗങ്ങൾ അവൻ മറന്നു പോകാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ നമുക്ക് പാതി അറിവാണ് കിട്ടുന്നത്. നമ്മളത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മളും അതിലെ ചിലതൊക്കെ മറന്നു പോകും. അപ്പോൾ നമ്മൾ അവനിക്കും പാതി അറിവാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നതുപോലെ ഓരോ അറിവുകളും ഇങ്ങനെ കൈമാറി വരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള അറിവ് മാഞ്ഞു പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഒരു അനുഭവസ്ഥൻ അനുഭവിച്ച കഥ നമുക്ക് നേരിട്ട് വിവരിച്ചു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു കഥയാണ് യഥാർത്ഥമായിട്ടുള്ള ഇത്. കാരണം അത് അവൻ അനുഭവത്തിൻ്റെ വഴികളിലൂടെ പറഞ്ഞു തരികയാണോ എന്നുള്ളൊരു പരിശോധനയും നമുക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ എപ്പോഴും മതഗ്രന്ഥങ്ങളായാലും മഹാഭാരതമായാലും ഇനി ഖുർആനായാലും രാമായണമായാലും എന്തായാലും അനുഭവങ്ങളിൽ നിന്നാണ് അതെല്ലാം ഉടലെടുത്തത്. ഓരോ അനുഭവങ്ങളാണ് അതിൻ്റെ കഥ. അപ്പോൾ അത് വിവരിച്ചവർ, അത് വർണ്ണിച്ചവർ എല്ലാം അതിൻ്റെ ഏതെങ്കിലും ഒരു വശങ്ങളിലൂടെ മാത്രം കണ്ടുകൊണ്ട് എഴുതിപ്പോയവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇന്നും തർക്കങ്ങൾ നടക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. കാരണം അത് അനുഭവിച്ചവരല്ല എഴുതിയത്, മറിച്ച് അനുഭവങ്ങൾ കണ്ടവരാണ്. ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങൾ കണ്ടവരാണ് അത് പകർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പകർത്തുമ്പോൾ ഓരോ വ്യക്തികളും അവരുടെ യുക്തിക്ക് അനുയോജ്യമായിക്കൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴും ഒരു യുക്തിയുടെ എഴുത്തുകളാണ് കൂടുതലും നമ്മളെല്ലാ ഗ്രന്ഥങ്ങളിലും കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ തന്നെ ഉണ്ടാകാൻ കാരണമായതെന്ന് തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ച് പോകാറുണ്ട്. കാരണം അനുഭവ കഥകൾ ഒരാൾ പകർത്തുമ്പോൾ, ഇപ്പോൾ ഒരു സിനിമ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, 2 മണിക്കൂർ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആ സിനിമയിലെ രംഗങ്ങളെല്ലാം ഓർമ്മയുണ്ടാകണമെന്നില്ല. ആ കഥ പൂർണ്ണമായിട്ടും നമുക്ക് അതിലെ ഓരോ സീൻ ബൈ സീനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ല. പക്ഷേ ആ കഥ നമ്മളൊരു സുഹൃത്തിനോട് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ത്രെഡ് വെച്ചുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു വശം നമ്മളിങ്ങനെ പറഞ്ഞു പോകും എന്ന് വെച്ചതുകൊണ്ട് അവൻ സിനിമ മുഴുവനും കാണുന്നില്ല, അതിലെ ഉള്ളടക്കങ്ങൾ പൂർണ്ണമായിട്ടും അവൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് അവനിക്കത് മനസ്സിലാകണമെങ്കിൽ അവൻ ആ സിനിമ തന്നെ കാണണം. അപ്പോൾ എന്നതുപോലെ ഓരോ വ്യക്തികളും അറിയുന്ന അറിവുകളൊക്കെ അനുഭവങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ വസ്തുത എത്രത്തോളം പരിശുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ ആരും അതിനു വേണ്ടി പരിശ്രമിച്ച് ഇറങ്ങുന്നില്ല. ഇന്ന് ഒരുപാട് ഗുരുക്കന്മാരും അതുപോലെ തന്നെ സംവാദക്കാരും അതുപോലെ തന്നെ പണ്ഡിത കുലത്തിൽപ്പെട്ട പണ്ഡിതന്മാരുമൊക്കെ പലതരം പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് പ്രോഗ്രാമുകളായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൈറലായിട്ടും വൈറലല്ലാതെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു മഹാസമുദ്രം പോലെ പ്രോഗ്രാമുകൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. എല്ലാം കാണുന്നവരാണ്. അതിൽ ചിലർക്ക് ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല, ചിലർക്ക് ചിലതിനോട് ഉൾക്കൊള്ളാൻ പറ്റില്ല, ചിലർ അതിനെ അംഗീകരിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ സിനിമ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സിനിമകളും ഇഷ്ടമില്ലാത്ത സിനിമകളും എന്ന് പറഞ്ഞ് വേർതിരിക്കപ്പെടാറുണ്ട്. നല്ല സിനിമയായിരുന്നു, അത് കൊള്ളില്ലാത്ത സിനിമയായിരുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ കാണാം. പക്ഷേ അതെല്ലാം ഓരോ വ്യക്തികളുടെ ഒരുപാട് സമയത്തെ അധ്വാനവും അവൻ്റെ യുക്തിക്ക് അവനിക്ക് തോന്നിയ ഒരു ശരിയും വെച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. പക്ഷേ അത് കാണുന്ന പ്രേക്ഷകൻ അതിനെ വിലയിരുത്തുന്നത് പല തട്ടുകളായിട്ടാണ്. കാരണം അവൻ്റെ ബോധത്തിൽ എത്രത്തോളം അതിനെ ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ ഇന്നത്തെ ന്യൂജൻ കുട്ടികൾക്കൊക്കെ ഒരു പഴയകാല കഥയിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു രസകരമായിട്ട് അതിനെ ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ, കാരണം അവർ ഇന്ന് മഴയെ ആസ്വദിക്കുന്നില്ല, അതുപോലെ തന്നെ അവർക്ക് കളിയൂഞ്ഞാലുകളില്ല, അതുപോലെ തന്നെ അവർക്ക് ഓടിച്ചാടി കളിക്കാൻ ഗ്രൗണ്ടുകളില്ല. എല്ലായിടത്തും അവർ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വീടുകളിലൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് അത്തരം കളി കാണുമ്പോൾ അതുപോലെ ഒരു ഗ്രൗണ്ട് തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോകുമ്പോഴാണ് ഒരു നെസ്റ്റോൾജിയ ഫീലൊക്കെ അതിനുണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് അത് അനുഭവിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഒരു ആനന്ദം തോന്നാൻ സാധ്യതയുണ്ട്. എന്നാലും അവർ ഇന്ന് ഇൻ്റർനെറ്റ് യുഗത്തിലും മൊബൈലിൻ്റെയൊക്കെ തരംഗത്തിലും ഒക്കെ ക്യാമറയുടെ ഒക്കെ പുറകെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി തൻ്റെ കാഴ്ചപ്പാടുകളാണ് ഏറ്റവും വലിയ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞു നടക്കുന്നവരാണ് ഏറ്റവും അധികം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തോന്നുന്ന ഒരു വികാരപരമായ കാഴ്ചപ്പാടുകളാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ചിലർ അതിനെ പ്രകടിപ്പിക്കുന്ന രീതി പലതരത്തിലായിരിക്കാം. ചിലർ വർഗീയമായിട്ടായിരിക്കാം, ചിലർ സ്നേഹത്തിലായിരിക്കാം, ചിലർ മറ്റേതെങ്കിലും മോശപ്പെട്ട തരത്തിലൊക്കെ പോയി ചാടുന്നത് അവർക്ക് കിട്ടിയ അപ്പോൾ കിട്ടുന്ന ആനന്ദത്തിൻ്റെ. അതിന് പല കാരണങ്ങളുണ്ട്. ഞാനൊരു പഴയ കാര്യം ഓർത്തു പോവുകയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഒരു സൗഹൃദത്തിലൂടെ നടക്കുന്ന സമയത്ത് ഒരു സിനിമ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് സിനിമാ തിയേറ്ററുകൾ മാത്രമാണ് അഭയം പ്രാപിച്ചിരുന്നത്. പിന്നീട് അത് ചേഞ്ചായി വന്ന് അത് ടി വി ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവം ചിലരുടെ വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ടി വി കാണാൻ വേണ്ടി നമ്മൾ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഇരുന്ന് കാണാൻ കഴിയില്ല. കാരണം അവിടുത്തെ രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സൗഹൃദത്തോടു കൂടി ഇരുന്ന് കാണാനായിട്ട് വീട്ടുകാരൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുമ്പോൾ ഒളിച്ചും പാത്തുമൊക്കെ വന്നിരുന്നു കൊണ്ട് നമ്മളത് ആസ്വദിക്കുന്ന ഒരവസ്ഥ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നതല്ല. ഇന്ന് എല്ലാവർക്കും എന്തും ആസ്വദിക്കാനുള്ളൊരു സംവിധാനമാണ് കയ്യിലിരിക്കുന്ന മൊബൈലുകൾ. കാരണം എന്തും നമുക്ക് ആസ്വദിക്കാം. നല്ലതും കാണാം, ചീത്തയും കാണാം, എല്ലാം കാണാം. എന്തും നമുക്ക് പരിശോധിച്ചറിയാം. അപ്പോൾ അത്രത്തോളം വളർന്ന ഒരു ലോകത്ത് നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പഴയകാല ചരിത്രം അല്ലെങ്കിൽ ഒരു പഴയകാല കഥ അല്ലെങ്കിൽ പഴയകാല അനുഭവം വിളമ്പിയാലൊന്നും അതൊന്നും ആർക്കും ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രായം നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും ചെറുപ്പമല്ല. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളുടെ ഓരോ വർഷങ്ങളും, ഞാൻ പലപ്പോഴും ഈ ബർത്ത്ഡേ ആഘോഷിക്കണ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം മനോഹരമായൊരു കേക്ക് വെച്ചിട്ട്, മധുരമുള്ളൊരു കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മെഴുകുതിരിയൊക്കെ കുത്തിവെച്ച് അതൊക്കെ കത്തിച്ചിട്ട് അത് ഊതിക്കെടുത്തി ആ കേക്ക് മുറിച്ച് അത് തിന്നുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അങ്ങനെ ഒരു മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്തിയിട്ട് ഈ പറഞ്ഞ പോലെ ഈ കേക്കൊക്കെ മുറിച്ച്, പ്രത്യേകിച്ച് ഇന്നത്തെ കൊറോണ കാലത്തൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ശക്തമായിട്ട് ഊതുമ്പോൾ ഈ പറഞ്ഞ പോലെ കൊറോണ വൈറസുകളൊക്കെ കയറി
ബർത്ത്ഡേ പാർട്ടിയിൽ വന്നവരൊക്കെ വെള്ളം കുടിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണിപ്പോൾ. അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് നല്ലപോലെ വേണം ഇപ്പോൾ ഊതാനൊക്കെ. അപ്പോഴും മെഴുകുതിരി കിടവെന്നുള്ള കാര്യം സംശയമാണ്. എങ്കിലും ഞാനത് ഒരു തമാശ പോലെ പറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ മധുരമുള്ള ഒരു കേക്ക് കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള കുഞ്ഞു മെഴുകുതിരികളൊക്കെ വെച്ചുകൊണ്ട് അതിങ്ങനെ കത്തിച്ചതിന് ശേഷം നമ്മളതെല്ലാം ഒറ്റയടിക്ക് ഊതിക്കിടത്തി എല്ലാവരും കൈതട്ടി ആസ്വദിച്ച് ആ കേക്ക് മുറിച്ച് ആദ്യം അതിൻ്റെ മധുരം ആ കുട്ടിക്കും അതുപോലെ തന്നെ അത് ആരാണോ ആഘോഷിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് വെച്ചു കൊടുക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഊഹിച്ചെടുത്ത ഒരു കാര്യം, നമ്മളൊരു മധുരമുള്ള ഒരു വസ്തുവാണ്, നമുക്ക് മധുരമുള്ള ഒരു വസ്തുവാണ്, നമ്മൾ അലങ്കാരമുള്ള ഒരു വസ്തുവാണ്. ആ കേക്ക് പോലെ തന്നെ നമുക്ക് നല്ല കണ്ണും മൂക്കും ചെവിയും കാതും അങ്ങനെ നമുക്കൊരു സൗന്ദര്യം തന്നെയുണ്ട്. അപ്പം അത്രയും മനോഹരമായ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇതുപോലെ ഊതിക്കെടുത്തുമ്പോൾ കെടുന്ന പോലത്തെ ഒരു ആയുസ്സാണ് നമുക്കുള്ളത്. ഏത് സമയത്തൊരു കാറ്റ് വന്നാൽ വീണു പോകുന്ന ഒരു ആയുസ്സാണ് നമുക്കുള്ളത്. പക്ഷേ ആ മെഴുകുതിരി കത്തി തീരുന്നത് ഓരോ ദിവസവും കത്തി ഉരുകിത്തീരുന്നത് പോലെ ജീവിതം ഇങ്ങനെ ഉരുകിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉരുകിത്തീരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ഒരു ലക്ഷ്യം, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്ന ആ മധുരം ആസ്വദിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഉരുകിത്തീരാതെ യാഥാർത്ഥ്യത്തിന് വേണ്ടി ഉരുകിത്തീരണം എന്നുള്ള ഒരു ബോധം ഞാൻ പലപ്പോഴും അത്തരം ബർത്ത്ഡേ കേക്കുകൾ മുറിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. നമ്മൾ വെറുതെ ഉരുകിത്തീരാനുള്ളതല്ല, നമ്മൾ കത്തി എരിഞ്ഞ് തീരുന്നതിന് മുമ്പായിട്ട് നമ്മളിൽ നിന്നൊരു മധുരം ഉണ്ടായിരിക്കണം. എല്ലാ വൃക്ഷങ്ങളും ഒരു ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചൂടും കാറ്റും മഴയും വെയിലും ഒക്കെ വരുമ്പോൾ ആ വെയിലും കാറ്റും മഴയും ഒക്കെ കൊണ്ടുകൊണ്ട് അത് എങ്ങോട്ടും ഓടി സഞ്ചരിക്കാതെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വളരുകയും ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അതൊരു ഫലം സൃഷ്ടിക്കുകയും ആ ഫലം നമ്മൾ മധുരത്തോടുകൂടി ആസ്വദിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മൾ വളർന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നൊരു ഫലമാണ് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇന്ന് അബ്ദുൽ കലാം എന്ന് പറയുന്ന രാഷ്ട്രപതിയെ നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പോയ വഴികളിലൊക്കെ കുറേ നന്മകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളൊക്കെ പലപ്പോഴും ഗുഡ് മോർണിംഗായിട്ട് ആൾക്കാരിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളൊക്കെ അതിൽ കാണാം. അപ്പോൾ അങ്ങനെ നമുക്ക് നേരായ വഴികൾ പറഞ്ഞു തന്ന അതുപോലെയുള്ള ഒരുപാട് മഹൽ വ്യക്തികളുണ്ട്. മഹാത്മാഗാന്ധിജിയെ എടുത്തു നോക്കിയാലും അതുപോലെ തന്നെയുള്ള ഓരോ വ്യക്തിത്വങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മളുടെ സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെ എടുത്തു നോക്കുമ്പോൾ അതുപോലെയുള്ള ആളുകളെയൊക്കെ എടുത്തു നോക്കുമ്പോൾ അവർ ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുവായാലും സ്വാമി വിവേകാനന്ദനായാലും അതുപോലെയുള്ളവരൊക്കെ മനുഷ്യരാശിക്ക് വേണ്ടി പറഞ്ഞു വെച്ച അനുഭവത്തിൻ്റെ ആഴമേറിയ അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എത്രത്തോളം സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വാമി വിവേകാനന്ദൻ ആകാനല്ല, മഹാത്മാഗാന്ധിജി ആകാനല്ല, പക്ഷേ അവരൊക്കെ അനുഭവിച്ച തീച്ചൂളയിൽ നിന്ന് കിട്ടിയ ആ അറിവുകൾ നമ്മൾ നമ്മുടെ കൈകളിലേക്ക് എടുത്തുകൊണ്ട് നമുക്കിവിടെ എന്ത് നന്മ പകരാൻ പറ്റും എന്ന് ചിന്തിക്കുന്നുവോ അന്നാണ് ഈ നാടിന് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ കിട്ടുന്ന പാതി മുറിഞ്ഞ അറിവുകൾ വെച്ചുകൊണ്ട് പരസ്പരം സംവാദം നടത്തി ഞാൻ ജയിച്ചു അവൻ തോറ്റു എന്ന് പറയാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെയാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. ഇവിടെ ആരും ജയിക്കുന്നുമില്ല, ആരും തോൽക്കുന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒരു ദിവസം തോൽക്കും. അതാണ് മരണം എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മരണത്തെക്കുറിച്ച് തന്നെയാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. കാരണം അല്പായുസായ മനുഷ്യൻ, പലതിൻ്റെയും ഗ്യാരണ്ടി ചോദിക്കുന്ന മനുഷ്യൻ, ഒരു കടയിൽ ചെന്ന് വാഷിംഗ് മെഷീൻ ചോദിക്കുമ്പോൾ ഇതിന് എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് ചോദിക്കുന്നു. ഒരു ടി വി വാങ്ങുമ്പോൾ എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് ചോദിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി ചോദിക്കുന്ന നമ്മളുടെ ഗ്യാരണ്ടി എത്രയുണ്ടെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. കാരണം ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അതൊക്കെ ഇത്ര വർഷം വരെ ഗ്യാരണ്ടി ഉണ്ടെന്ന് കമ്പനി ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മളെ പെറ്റ് വളർത്തിക്കൊണ്ടിരുന്ന രക്ഷിതാക്കളോട് ചോദിക്കുക, ഉമ്മ നമുക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട്, എത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എനിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ രക്ഷിതാക്കൾക്ക് നമ്മളെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി ആ കമ്പനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന്. അപ്പോൾ അതാണ് മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ദിവസമേ ഉള്ളൂ, ഇന്നത്തെ പ്രഭാതവും ഇന്നത്തെ പ്രദോഷവും. ഇതിനിടയിൽ നമുക്ക് വീണ് കിട്ടുന്ന ആ കുറച്ച് സമയമാണ് നമ്മളുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ അത് കുഴപ്പത്തിൽ ചെന്ന് കലാശിക്കാം, ചിലപ്പോൾ നന്മയിൽ ചെന്നും കലാശിക്കാം. അതുകൊണ്ട് ഓരോ പ്രഭാതങ്ങളും നല്ല മനസ്സോടുകൂടി നല്ലത് ചിന്തിക്കാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും അനുഭവസ്ഥരുടെ അനുഭവങ്ങൾ കേൾക്കാനുള്ള അറിവ്, അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഓർമ്മകൾ ഓളമായി എന്ന പരിപാടി അവസാനിക്കുന്നു. നാളെ പുതിയ ഒരു വിഷയവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാവരും ഈ പ്രോഗ്രാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സ്നേഹപൂർവ്വം ഷാജി യൂസഫ്.